കുരുക്ഷേത്രത്തിലെ രക്തം തളം കെട്ടി നിൽക്കുന്ന ആ മഹായുദ്ധഭൂമിയിൽ ഇന്നും പലരും ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ ചെയ്ത പ്രവൃത്തികൾ ശരിയായിരുന്നു? മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും വീഴ്ത്താൻ കൃഷ്ണൻ കാണിച്ച വഴികൾ വെറും കൊടിയ ചതികളായിരുന്നു. ഒറ്റനോട്ടത്തിൽ ആർക്കും അങ്ങനെ തോന്നാം. എന്നാൽ മഹാഭാരതം വെറുമൊരു കറുപ്പും വെളുപ്പും നിറഞ്ഞ കഥയല്ല. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ലോകത്തിന്റെ മുഴുവൻ പഴി കേൾക്കാനും സ്വന്തം കയ്യിൽ ചോര പുരളാനും തയ്യാറായ സാക്ഷാൽ ഭഗവാന്റെ ത്യാഗത്തിന്റെ കഥ കൂടിയാണത്. കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നാണ് കൗരവർ യുദ്ധം ചെയ്തതെങ്കിൽ കൃഷ്ണൻ ചെയ്തത് വലിയ തെറ്റാണ്. എന്നാൽ കൗരവർ എന്നെങ്കിലും യുദ്ധനിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ചൂതുകളിയിൽ ചതിയിലൂടെ പാണ്ഡവരുടെ രാജ്യം തട്ടിയെടുത്തത് ധർമ്മമായിരുന്നു. രാജസദസ്സിൽ വെച്ച് കുരുവംശത്തിലെ മുതിർന്നവരായ ഭീഷ്മരും ദ്രോണരും നോക്കി നിൽക്കെ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിച്ചത് ധർമ്മമായിരുന്നു. പോരാത്തതിന് നിരായുധനായ അഭിമന്യു എന്ന 16-കാരനായ ആൺകുട്ടിയെ മഹാരഥന്മാരെല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയത് ഏത് യുദ്ധനിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അപ്പോഴൊന്നും ഈ പറയുന്ന ഭീഷ്മർക്കും ദ്രോണർക്കും കർണനും ഒരു ധർമ്മസങ്കടവും തോന്നിയിരുന്നില്ല. നിയമങ്ങൾ പാലിച്ചു യുദ്ധം ചെയ്താൽ ചതിയന്മാരായ കൗരവരെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഭഗവാൻ കൃഷ്ണന് വ്യക്തമായി അറിയാമായിരുന്നു. തിന്മയെ ഇല്ലാതാക്കാൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം. ആദ്യം ഭീഷ്മ പിതാമഹന്റെ കാര്യം തന്നെ എടുക്കാം. ഭീഷ്മരെ നേർക്കുനേർ നിന്ന് തോൽപ്പിക്കാൻ അർജുനന് കഴിയില്ല. അതിനാൽ ഒരു സ്ത്രീയോട് ആയുധമെടുക്കില്ല എന്ന ഭീഷ്മരുടെ ശപഥത്തെ കൃഷ്ണൻ ഒരു ആയുധമാക്കി. ശിഖണ്ഡി എന്ന നപുംസകത്തെ മുൻനിർത്തി യുദ്ധം ചെയ്യാൻ കൃഷ്ണൻ അർജുനന് നിർദ്ദേശം നൽകി. ആയുധം താഴെ വെച്ച ഭീഷ്മരുടെ നെഞ്ചിലേക്ക് അർജുനൻ അമ്പുകളെ ഇതിറക്കി. അധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മഹാമേരുവിനെ വീഴ്ത്താൻ അതല്ലാതെ മറ്റൊരു വഴിയും അവിടെ ഇല്ലായിരുന്നു. അടുത്തത് ആയുധവിദ്യയുടെ ആശാനായ സാക്ഷാൽ ദ്രോണാചാര്യർ. തന്റെ മകൻ അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് കേട്ടാൽ ദ്രോണർ ആയുധം താഴെ വയ്ക്കുമെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അതിനായി അശ്വത്ഥാമാവ് എന്ന പേരുള്ള ഒരു ആനയെ കൊലപ്പെടുത്തി. എന്നിട്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന സത്യത്തിന്റെ പാതി മാത്രം യുധിഷ്ഠിരനെ കൊണ്ട് പറയിപ്പിച്ചു. ആയുധം താഴെ വെച്ച ദ്രോണരുടെ തല വെട്ടിയെടുക്കാൻ കൃഷ്ണൻ കൂട്ടുനിന്നു. യുദ്ധക്കളത്തിൽ സാധാരണക്കാരായ പടയാളികൾക്ക് നേരെ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച ദ്രോണർ അർഹിക്കുന്ന മരണം തന്നെയായിരുന്നു അത്. എന്നാൽ ഇതിനെല്ലാം അപ്പുറമായിരുന്നു കർണന്റെ മരണം. യുദ്ധക്കളത്തിൽ വെച്ച് കർണന്റെ തേർചക്രം ചെളിയിൽ താഴ്ന്നുപോയി. നിസ്സഹായനായി ആ തേർചക്രം ഉയർത്താൻ ശ്രമിക്കുന്ന കർണനെ കൊല്ലാൻ കൃഷ്ണൻ ആജ്ഞാപിച്ചു. ആയുധമില്ലാത്ത തന്നെ കൊല്ലരുത്, അത് ധർമ്മമല്ല എന്ന് കർണൻ വിളിച്ചു പറഞ്ഞു. ആ നിമിഷം കൃഷ്ണൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കർണ, ദ്രൗപദിയെ രാജസദസ്സിൽ അപമാനിച്ചപ്പോൾ നിന്റെ ഈ ധർമ്മം എവിടെ പോയി? പിഞ്ചുബാലനായ അഭിമന്യുവിനെ നിങ്ങൾ എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് വെട്ടിക്കൊന്നപ്പോൾ എവിടെയായിരുന്നു ഈ ധർമ്മം എന്ന്. ആ ചോദ്യത്തിനു മുൻപിൽ കർണന് ഉത്തരമില്ലായിരുന്നു. നിരായുധനായ ആ സൂര്യപുത്രന്റെ കഴുത്തറുത്തു വീഴ്ത്തുമ്പോൾ കൃഷ്ണന്റെ ഹൃദയത്തിലും വലിയൊരു വേദനയുണ്ടായിരുന്നു. അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചവരെ ഇല്ലാതാക്കാൻ താൻ ചതിയനാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും കൃഷ്ണന് പ്രശ്നമില്ലായിരുന്നു. ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഭഗവാൻ സ്വയം ഏറ്റെടുത്ത പാപങ്ങളാകാം ആ ചതികൾ. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത ഈ ലോകത്തിൽ കൃഷ്ണൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.